പഠിക്കാൻ പോകുന്നത് പീച്ച് ട്രീ അക്കൗണ്ടിംഗ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് പീച്ച് ട്രീ എന്ന് അറിയണം. പീച്ച് ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫോറിൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് പീച്ച് ട്രീ. ഓക്കെ, അമേരിക്കയിലുള്ള സാജ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പീച്ച് ട്രീ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ പീച്ച് ട്രീയെ സാജ് സോഫ്റ്റ്വെയർ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ടാലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പീച്ച് ട്രീയിൽ നമ്മൾ T കോഡുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിനകത്ത് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. എല്ലാം T കോഡ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നമ്മുടെ പീച്ച് ട്രീക്കകത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വിൻഡോ ആണ് പീച്ച് ട്രീയുടെ മെയിൻ വിൻഡോ. ഈ മെയിൻ വിൻഡോയിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെനു ബാർസ് ആണ്. അപ്പം മെനു ബാർസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ ബാർ ആണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ് പീച്ച് ട്രീയുടെ മെനു ബാർസ്. ഈ മെനു ബാർസിനകത്തായിരിക്കും പീച്ച് ട്രീയുടെ മെയിൻ ആയിട്ടുള്ള മെനൂസൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത് കാണുന്നത്. പിന്നെ അടുത്തതുള്ളത് നാവിഗേഷൻ ബാർ ആണ്. നാവിഗേഷൻ ബാർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ലെഫ്റ്റ് സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ് നമ്മുടെ പീച്ച് ട്രീയുടെ നാവിഗേഷൻ ബാർ. പിന്നുള്ളത് ഒരു സെലക്ഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ സിസ്റ്റം ഡേറ്റ്, അക്കൗണ്ടിങ് പീരീഡ്, ഇത്രയും ചേർന്നതാണ് നമ്മുടെ പീച്ച് ട്രീയുടെ മെയിൻ വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീച്ച് ട്രീയിൽ നമ്മൾ എങ്ങനെ ഫസ്റ്റ് ഒരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കമ്പനീനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ നിന്ന് ന്യൂ കമ്പനി, ഓൾസോ Ctrl+N എന്ന് പറയുന്ന ഷോർട്ട് കീ യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ന്യൂ കമ്പനീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റ് ന്യൂ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു നമ്മുടെ മെസ്സേജ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. പിന്നെ കമ്പനി നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമ്പനി നെയിം. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കമ്പനി നെയിം ആയിരിക്കും. നമുക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഇഷ്ടമുള്ളൊരു കമ്പനി നെയിം നമ്മുടെ കമ്പനിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ സെലക്ട് എ മെത്തേഡ്. അപ്പോൾ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെത്തേഡിന് സെലക്ട് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫോർത്ത് മെത്തേഡാണ്. ബിൽഡ് യുവർ ഓൺ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഈ ഫോർത്ത് മെത്തേഡിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ ചൂസ് ചെയ്യണം. ആക്യുറലായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡ്. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ പോസ്റ്റിംഗ് പീരീഡ് റിയൽ ടൈം ആയിരിക്കും നമ്മുടെ പോസ്റ്റിംഗ് പീരീഡ്. പിന്നെ അക്കൗണ്ടിങ് പീരീഡ് സ്ട്രക്ചർ 12 മന്ത്ലി അക്കൗണ്ടിങ് പീരീഡ് പെർ ഇയർ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഫസ്റ്റ് പീരീഡ് ഓഫ് ഫിസിക്കൽ ഇയർ നമ്മൾ ചൂസ് ചെയ്യുന്നത് ജാനുവരി തന്നെ ആയിരിക്കും. സോ ജാനുവരി 24. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എന്താണ്, നമ്മുടെ കമ്പനി ക്രിയേറ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ കമ്പനിയാണ് ഈ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ സെറ്റപ്പ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ സ്ക്രീൻ വരും. ഇത് തൽക്കാലം നമുക്ക് ആവശ്യമില്ല. ഈ വിൻഡോയെ നമ്മൾ തൽക്കാലം ക്ലോസ് ചെയ്യും. പിന്നെ നമ്മുടെ ഫയലിൽ നിന്ന് ഇപ്പോൾ ഈ കമ്പനിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഓൾട്ടർ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് വരുത്താനും പറ്റും.